നമസ്കാരം. ഇന്ത്യൻ മാർക്കറ്റിൽ പൊതുവേ ഇപ്പോൾ എസ് യു വികൾക്കാണ് കൂടുതൽ പ്രാധാന്യം. പ്യുവറായിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള എസ് യു വികൾ ഉണ്ടെങ്കിൽ പോലും സ്വീഡോ എസ് യു വികളാണ് കൂടുതലും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. ഇപ്പോൾ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് മൈക്രോ എസ് യു വി, കോമ്പാക്റ്റ് എസ് യു വി, മിഡ് സൈസ് എസ് യു വി എന്നൊക്കെ വിളിക്കുന്നുമുണ്ട്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 മെയ് മാസം ഏറ്റവും കൂടുതൽ വിറ്റ എസ് യു വി വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിന് നമ്മൾ 1 മുതൽ 10 വരെ റാങ്ക് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇതുപോലെയുള്ള കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 2025 മെയ് മാസം നമ്മൾ നോക്കുമ്പോൾ 10ാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ഉടൻ തന്നെ ഒരു അപ്ഡേഷൻ കിട്ടാൻ സാധ്യതയുള്ളൊരു വാഹനമാണ്. അതുമാത്രമല്ല, ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് പതിപ്പ് ഓൾറെഡി ട്രയൽ റണ്ണിലാണ്. മഹീന്ദ്രയുടെ XUV3 EXO എന്ന് പറയുന്ന മോഡലാണ്. സാങ്യോങ്ങിൻ്റെ ടിവോലി എന്ന് പറയുന്ന വാഹനത്തെ 4 മീറ്ററിന് താഴത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വേർഷനാണ് ഈ 3 EXO എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 മെയ് മാസം 7,952 യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞു. 7,99,000 മുതൽ 15,80,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. പെട്രോളിൽ അവൈലബിൾ ആണ്, ഡീസലിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 9ാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള വാഹനം കിയയുടെ സോണറ്റാണ്. അതും ഒരു സബ് 4 മീറ്റർ കാറ്റഗറിയിൽ വരുന്ന ഒരു കോമ്പാക്റ്റ് എസ് യു വി തന്നെയാണ്. പെട്രോളിലും ഡീസലിലും ടർബോ പെട്രോളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. റീസെൻ്റ്ലി ഈ ഒരു വാഹനത്തിന് ഒരുപാട് അപ്ഡേഷൻ ലഭിച്ചിട്ടുണ്ട്. 8,054 യൂണിറ്റുകളാണ് 2025 മെയ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു മോഡൽ നല്ല ഒരു പ്രതികരണമാണ് മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. 8 ലക്ഷം മുതൽ 15,74,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. നല്ല ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട്. ഇൻറ്റീരിയറൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. ഈ ഒരു വാഹനം ഓടിച്ച സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയത് ഇതിൻ്റെ ഡിസൈൻ കൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്തൊക്കെ കുറച്ച് വിസിബിലിറ്റിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊക്കെ മാറ്റിവെച്ചാൽ ഈ ഒരു വാഹനം മികച്ച ഒരു വാഹനമാണ്. സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ് നമ്മൾ വെന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. ഇനി 8ാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് മഹീന്ദ്രയുടെ ബൊലേറോ ആണ്. 3 വാഹനങ്ങൾ ചേർന്നുള്ള ഒരു കണക്കാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ബൊലേറോ ഉണ്ട്, ബൊലേറോയുടെ നിയോ എന്ന് പറയുന്ന മോഡലുണ്ട്, നിയോ പ്ലസ് ഉണ്ട്. 8,942 യൂണിറ്റുകളാണ് 2025 മെയ് മാസം മൊത്തത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബൊലേറോ എന്ന ബാഡ്ജിങ്ങിൽ വരുന്ന 3 വാഹനങ്ങളാണ് ഇവ. ബൊലേറോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9,81,000 മുതൽ 10,93,000 വരെയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. നിയോയിലേക്ക് പോകുമ്പോഴത്തേക്കും 9,97,000 മുതൽ 12,15,000 വരെയാണ് അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ ഒരു എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. നിയോ പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും 11,41,000 മുതൽ 12,51,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വില. 7ാമത്തെ സ്ഥാനത്തേക്ക് വരുന്നത് മഹീന്ദ്രയുടെ ഥാറാണ്. ഥാർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങിൽ വരുന്ന വാഹനം. അതായത് ഇതിൽ 3 ഡോറുമുണ്ട്, 5 ഡോറുമുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിലും ഡീസലിലും 3 ഡോർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പെട്രോളിലും ഡീസലിലും ഥാർ റോക്സ് എന്ന് പറയുന്ന 5 ഡോറും അവൈലബിൾ ആണ്. 2025 മെയ് മാസം 10,389 യൂണിറ്റുകൾ മൊത്തത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. അതിൽ ഥാറിൻ്റെ 3 ഡോർ ഉണ്ട്, റിയർ വീൽ ഡ്രൈവ് ഉണ്ട്, അതുമാത്രമല്ല പെട്രോൾ വേർഷനുണ്ട്, ഡീസലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഥാർ റോക്സുമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ ആണെങ്കിൽ സ്റ്റാലിയൻ പെട്രോളാണ്, നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനമാണ്. പക്ഷേ മൈലേജിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്നാൽ ഥാറിൻ്റെ റിയർ വീൽ ഡ്രൈവ് വാഹനം 1.5 ആണ്. അത് അത്യാവശ്യം മൈലേജൊക്കെ നൽകുന്നുണ്ട്. ഏകദേശം ഒരു 17 കിലോമീറ്ററൊക്കെ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് ലഭിക്കുന്നുണ്ട്. 4x4ൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംഹോക്കാണ്. അത് ഒരു 11 കിലോമീറ്ററൊക്കെ അത്യാവശ്യം മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമാണ്. നമ്മൾ 4x4 എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റേഞ്ചിലായിരിക്കും കിട്ടുന്നത്. അതല്ല, നിങ്ങൾ ലോങ് ട്രിപ്പൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 14 കിലോമീറ്ററിന് താഴെ തീർച്ചയായിട്ടും ഈ ഒരു വാഹനവും മൈലേജ് നൽകുന്നതാണ്. ഇനി 6ാമത്തെ സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാഹനം ഒരുപാട് വേർഷനിൽ അവൈലബിൾ ആണ്. നെക്സോൺ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്, ഡീസലിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്. അപ്പോൾ CNGയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ്റെ കൂടെ CNG ഉള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് ഈ നെക്സോൺ ആണ്. അതുമാത്രമല്ല ഇലക്ട്രിക്കലും അവൈലബിൾ ആണ്. 13,096 യൂണിറ്റുകൾ 2025 മെയ് മാസം അവർക്ക് മൊത്തത്തിൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പെട്രോളും ഉണ്ട്, ഡീസലും ഉണ്ട്, CNG ഉണ്ട്, ഇലക്ട്രിക്കും ഉണ്ട്. ഇനി 8 ലക്ഷം മുതൽ 15,60,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇനി EVയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12,49,000 മുതൽ
19,000 വരെയാണ് ഇലക്ട്രിക്കിൻ്റെ ഒരു എക്സ് ഷോറൂം പ്രൈസ് നിലനിൽക്കുന്നത്. 489 കിലോമീറ്ററാണ് ഏറ്റവും ലോങ് റേഞ്ച് വാഹനത്തിൻ്റെ റേഞ്ച് കമ്പനി പറയുന്നത്. ഇനി 5ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് മറ്റൊരു ടാറ്റയാണ്. ഉടൻ തന്നെ ഈ ഒരു വാഹനത്തിന് അപ്ഡേഷൻ ലഭിക്കുന്നതാണ്. കാരണം ഇനി അപ്ഡേഷൻ വന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഔട്ടാകും. ടാറ്റയുടെ പഞ്ചാണ്. പഞ്ചിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം പഞ്ചിൻ്റെ ഇലക്ട്രിക്കിന് 9,99,000 മുതൽ 14,44,000 വരെയാണ് അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. അത് 9,99,000 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിലേക്ക് കൊണ്ടുവന്നത് തന്നെ വിൻസർ EV ലോഞ്ച് ചെയ്തപ്പോഴാണ്. അതിനു മുമ്പ് അതിന് ഭയങ്കര വിലയായിരുന്നു. ഭയങ്കര വില എന്ന് പറയുന്നത് 10 ലക്ഷത്തിന് മുകളിലായിരുന്നു അതിൻ്റെ ഏറ്റവും ബേസ് മോഡലിൻ്റെ വില പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 13,133 യൂണിറ്റുകൾ 2025 മെയ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെട്രോളിൽ അവൈലബിൾ ആണ്, ഡീസലിൽ അവൈലബിൾ ആണ്. അതുമാത്രമല്ല നമ്മൾ പറഞ്ഞ പോലെ ഇലക്ട്രിക്കിൽ അവൈലബിൾ ആണ്. 6,20,000 മുതൽ 10,32,000 വരെയാണ് ഈ പെട്രോൾ വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി 4ാമത്തെ സ്ഥാനത്ത് ഹാർടെക് പ്ലാറ്റ്ഫോമിൽ വരുന്ന 1 ലിറ്ററിലും 1.2ലും അവൈലബിൾ ആയിട്ടുള്ള ഫ്രോങ്സ് ആണ്. മികച്ച വാഹനം തന്നെയാണ്. നമ്മൾ ഫ്രോങ്സ് ഒക്കെ വാങ്ങാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർ കൂടുതലും കമ്പനി പുഷ് ചെയ്യുന്നത് 1 ലിറ്റർ ആയിരിക്കും. കാരണം 1 ലിറ്ററിന് കൂടുതൽ കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ വളരെ വളരെ നല്ലതാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 മെയ് മാസം 13,584 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CNGയിലേക്ക് അത്യാവശ്യം നല്ല മൈലേജ് ഈ ഒരു വാഹനം നൽകുന്നുണ്ട്. 7,54,000 മുതൽ 13 ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 3ാമത്തെ സ്ഥാനത്ത് സ്കോർപിയോ ആണ്. ഇതിനകത്ത് സ്കോർപിയോ നെയിമിൽ വരുന്ന 2 വാഹനങ്ങളുണ്ട്. സ്കോർപിയോ ക്ലാസിക്കും സ്കോർപിയോ എന്നും. ക്ലാസിക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് അവിടെ വരുന്നത്. ഡീസലിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൽ ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല. 14,401 യൂണിറ്റുകൾ 2025 മെയ് മാസത്തിൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 14,401 യൂണിറ്റിൽ സ്കോർപിയോ ക്ലാസിക്കുമുണ്ട്, സ്കോർപിയോ എന്നുമുണ്ട്. സ്കോർപിയോ എന്നിലേക്ക് വരുമ്പോഴത്തേക്കും പെട്രോളിലും ഡീസലിലും അവൈലബിൾ ആണ്. മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 13,99,000 മുതൽ 25,15,000 വരെയാണ് സ്കോർപിയോ എന്നിൻ്റെ വില എങ്കിൽ സ്കോർപിയോ ക്ലാസിക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും 13,77,000 മുതൽ 17,72,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി 2ാമത്തെ സ്ഥാനത്തുള്ളൊരു വാഹനം ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. മിക്കവാറും 1ാം സ്ഥാനത്ത് വരുന്ന ഒരു വാഹനമാണ്. ഇപ്രാവശ്യം എന്തുകൊണ്ടെന്നോ ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽസ് നമ്പർ കുറച്ച് കുറഞ്ഞു. തീർച്ചയായിട്ടും അത് ഹ്യുണ്ടായ്ക്കൊരു ഐ ഓപ്പണർ തന്നെയാണ്. നല്ല രീതിക്ക് ഹ്യുണ്ടായി വർക്ക് ചെയ്യും. ക്രെറ്റ 2025 മെയ് മാസം 14,860 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. പെട്രോളിൽ അവൈലബിൾ ആണ്, ടർബോ പെട്രോളിൽ അവൈലബിൾ ആണ്. അത് എൻലൈൻ എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വേർഷനാണ്. അതുമാത്രമല്ല ഡീസലുണ്ട്, ഇലക്ട്രിക്കുമുണ്ട്. 11,11,000 മുതൽ 20,50,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേർഷൻ. 1.5 MPI എഞ്ചിനാണ്. 115 bhp 145 Nm ടോർക്കുമാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി EVയിലേക്ക് നോക്കുമ്പോഴത്തേക്കും 17,99,000 മുതൽ 24,38,000 വരെയാണ് EVയുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി 1ാം സ്ഥാനത്തുള്ളൊരു വാഹനം മികച്ചൊരു വാഹനമാണ്. കോമ്പാക്റ്റ് SUV സെഗ്മെൻറ്റിൽ 1.5 ലിറ്റർ വാഹനം എന്ന് പറയുന്നത് അപൂർവമാണ്. സാധാരണഗതിയിൽ മിക്കവാറും 1.2 ടർബോ പെട്രോളൊക്കെയാണ് വരുന്നത്. ഇവിടെ 1500 cc ഉണ്ട്. നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്, മികച്ച എഞ്ചിനാണ്. ടർബോ പെട്രോൾ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിലില്ല. പക്ഷേ ഓട്ടോമാറ്റിക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചറുണ്ട്. ടോർക്ക് കൺവെർട്ടഡ് ഓട്ടോമാറ്റിക്കാണ് ഈ ഒരു വാഹനം നൽകുന്നത്. മാരുതി സുസുക്കിയുടെ ബ്രസയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, മാരുതി സുസുക്കി ബ്രസയിൽ മാനുവൽ ട്രാൻസ്മിഷനിൽ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ ഇല്ല. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 15,566 യൂണിറ്റുകൾ 2025 മെയ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പെട്രോളുമുണ്ട്, CNGയുമുണ്ട്. CNGക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 26 കിലോമീറ്ററൊക്കെ മൈലേജ് ക്ലെയിം ചെയ്യാൻ കഴിയും. പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഒരു 18 കിലോമീറ്ററൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ ഓടിച്ചാൽ ലഭിക്കും. ഒരു ആവറേജ് പെട്രോളിന് എന്തായാലും ഒരു 16 കിലോമീറ്ററൊക്കെ ആയിരിക്കും നമ്മൾ നോർമൽ ഓടിക്കുമ്പോൾ കിട്ടുന്നത്. ഹൈവേയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു 18 കിട്ടും. CNG ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോ RPMൽ ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും ഒരു 24 കിലോമീറ്റർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. 8,69,000 മുതൽ 14,14,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. തീർച്ചയായിട്ടും നല്ല രീതിക്ക് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. മഹീന്ദ്രയും ടാറ്റയും തമ്മിൽ നല്ല രീതിക്കുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് അവരുടെ നെക്സ്റ്റ് പ്ലാനുകൾ അവതരിപ്പിച്ച് കഴിഞ്ഞു. അതിൽ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്. അതിൽ ഐസ് വേർഷൻ വാഹനങ്ങളും ഉണ്ട്, 2 ഇലക്ട്രിക് കാറുകളുമുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.